നമസ്തേ. ഈ ലോകത്ത് വൈവിധ്യമാർന്ന ജീവജാലങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇത്രയും വലിയ ജീവവൈവിധ്യം ഇവിടെ എങ്ങനെയാണ് ഉണ്ടായത്? അത് വിശദീകരിക്കുന്ന ഒരു ശാസ്ത്ര സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം. അത് ആദി ജീവിയിൽ നിന്ന് ആദ്യം ഒരു ജീവി ഉണ്ടാവുന്നു. ആ ആദി ജീവിയിൽ നിന്ന് പരിണമിച്ചിട്ടാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്ന് സിദ്ധാന്തിക്കുന്ന സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം. ചാൾസ് ഡാർവിനാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ഈ ആദിജീവി എങ്ങനെ ഉണ്ടായി അതിനെക്കുറിച്ച് ഡാർവിൻ പറയുന്നത്, ആദ്യം ഒന്നോ പിന്നെ ഏതാനോ ജീവികളെ സ്രഷ്ടാവ് സൃഷ്ടിച്ചു. ബൈബിളിൽ പറയുന്നില്ല, ജീവൻ ഊതിക്കൊടുത്ത് സൃഷ്ടിച്ചു. ഇതാണ് ജീവൻ ഊതിക്കൊടുത്ത് സൃഷ്ടിച്ചു. ഒരു ജീവിയെയോ ഏതാനും ജീവികളെയോ ആദിയിൽ അങ്ങനെയാണ് ചെയ്തത്. ഈശ്വരൻ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ആ ജീവികൾ പിന്നീട് പരിണമിച്ചാണ് ഇന്നത്തെ ജീവലോകം, വൈവിധ്യമാർന്ന ജീവലോകം ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ചാൾസ് ഡാർവിൻ പറയുന്നത്. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു പരിണാമം തന്നെ വേണ്ടി വരുന്നത്? ബൈബിളിൽ പറയുന്ന പോലെ എല്ലാ ജീവികളെയും ഇങ്ങനെ മൂക്കിലൂതിയല്ല ഉണ്ടാക്കിയത് എന്ന് അവർക്ക് സ്ഥാപിക്കണം. 19 നൂറ്റാണ്ടിലെ ശാസ്ത്ര മനസ്സുകൾക്ക് അങ്ങനെ സ്ഥാപിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനെയൊന്നും മറ്റവർ അത്ര വിശ്വസനീയമായിട്ട് അവർക്ക് തോന്നിയില്ല. അപ്പം കുറച്ചുകൂടെ ശാസ്ത്രീയ വീക്ഷണത്തോടു കൂടിയുള്ള ഒരു വിശദീകരണം നൽകാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കാൻ തയ്യാറായത്. അതിൽ ചാൾസ് ഡാർവിൻ വിജയിച്ചു. അദ്ദേഹം ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലൂടെ തൻ്റെ സിദ്ധാന്തം അന്ന് 1859 തോന്നുന്നത്, എനിക്ക് കൃത്യമായിട്ടുള്ള ആയിരിക്കണം, അദ്ദേഹം ആവിഷ്കരിച്ചത് തന്നെയാണ്. എന്താണ് പരിണാമം? പരിണാമം എന്ന് പറഞ്ഞാൽ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയിൽ നിന്ന് അതിൻ്റെ ശരീര ഘടനയിലോ അതിൻ്റെ മറ്റ് സവിശേഷതകളിലോ മാറ്റം വന്ന് പുതിയൊരു ജീവിയായി മാറുന്നതിനാണ് പരിണാമം എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് സംഭവിക്കുക? പല ഉദാഹരണങ്ങളിൽ കൂടി നമുക്ക് വേണമെങ്കിൽ അതിപ്പം അത് സ്ഥാപിക്കാം, അത് വിശദീകരിക്കാം. ഇപ്പോൾ ഒരു ജീവി, ഒരു സസ്യഭുക്കായിട്ടുള്ള ഒരു മൃഗം, അതിന് ഒരു ഉയരമുള്ള മരത്തിൽ നിന്ന് ഇലകൾ കടിക്കാനായിട്ട് അത് പരിശ്രമിക്കുന്നു. പക്ഷെ അവിടം വരെ അതിൻ്റെ തലയെത്തത്തില്ല. അപ്പോൾ അത് കുറച്ച് ഇങ്ങനെ ശ്രമിച്ച് അതിൻ്റെ കഴുത്ത് കുറച്ച് നീട്ടിയെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ അതിന് അല്പമെങ്കിലും അതിൽ വിജയിച്ചാൽ ആ ശരീരത്തിൽ വരുന്ന മാറ്റം അടുത്ത തലമുറകളിൽ കൈമാറ്റം ചെയ്യപ്പെടും. അങ്ങനെ അത് സ്ഥിരമാകുമ്പോൾ പുതിയൊരു സ്പീഷീസ്, കഴുത്ത് നീണ്ട പുതിയൊരു സ്പീഷീസ് ആകുന്നു. ഇതൊരു ഉദാഹരണമാണ്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്പീഷീസ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അല്ലെങ്കിൽ പ്രേരണ മൂലം അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള ഇച്ഛ മൂലം അത് സ്വയം പരിവർത്തിപ്പിക്കാൻ നോക്കുന്നു. അത് സക്സസ്ഫുൾ ആകുന്നു. അങ്ങനെ പുതിയൊരു ജീവിയായിട്ട് മാറുന്നു. ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ജീവി അങ്ങനെ തൻ്റെ ജീവിതകാലത്ത് ഇങ്ങനെ പരിശ്രമിച്ചാൽ ഇങ്ങനെ കഴുത്തിന് നീട്ടം വെക്കാൻ പറ്റുമോ? വളരെ സംശയകരമായിട്ടുള്ള ഒരു കാര്യമാണത്. അതുകൊണ്ട് അത് വിശ്വസനീയമല്ല, ശാസ്ത്രീയമല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് അഥവാ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂല സവിശേഷത കിട്ടിയിരുന്നോട്ടെ, അതിന് സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ അടുത്ത തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ശക്തി അതിനുണ്ടോ? ഇതെല്ലാം ആക്സിഡൻ്റായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് ഓർക്കണം. ജനനം എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള അനുസരിച്ചല്ല എൻ്റെ മക്കളുണ്ടാകുന്നത്. എൻ്റെ ഇഷ്ടമുള്ള ക്വാളിറ്റീസ്, എനിക്കിഷ്ടമുള്ള ക്വാളിറ്റീസ് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ സർവവും സദ്ഗുണ മാത്രമുള്ള മക്കളെ കൊണ്ട് ഈ ലോകം നിറഞ്ഞേനെ. അപ്പം അങ്ങനെ പറ്റത്തില്ല. അതെല്ലാം വളരെ, പിന്നെ അതുമാത്രമല്ല, അതിന് എൻ്റെ പങ്കാളിയും കൂടി ആ രീതിയിലായിരിക്കണ്ടേ. ഞാൻ മാത്രം വിചാരിച്ചിട്ട് അങ്ങനെ വരണമെന്നില്ലല്ലോ. ഇനി വേറെ ഇതിനകത്തൊരു തടസ്സമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ എനിക്ക് ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ വരുത്തിയ ഒരു മാറ്റം അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അടുത്ത തലമുറയും ഈ സാഹചര്യത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളതിന് എന്താണ് ഉറപ്പ്?
അങ്ങനെ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടിയ ഈ ഞാൻ കൈമാറിക്കൊടുത്ത ഞാൻ ഗുണമെന്ന് വിചാരിക്കുന്ന കാര്യം അയാൾക്ക് ദോഷകരമായിട്ടല്ലേ ഭവിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ വളരെ ദുർബലമായിട്ടുള്ള ന്യായങ്ങളാണ്. ഇതൊന്നും നിലനിൽക്കുന്നതല്ല, ഇതൊന്നും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുമല്ല, യുക്തിക്ക് നിരക്കുന്നതുമല്ല. അപ്പം ഈ ഇപ്പോഴതിന് മറുപടിയായിട്ട് പലരും പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. ഒരു ജീവിയുടെ തന്നെ കോശങ്ങളിൽ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ കോശഘടനയിൽ മാറ്റം വരുന്നു, അങ്ങനെ പുതിയൊരു ജീവി ഉണ്ടാകും. മ്യൂട്ടേഷൻ ഇതുപോലെ ആക്സിഡൻ്റായിട്ട് സംഭവിക്കുന്നതല്ലേ, അതൊരു റെഗുലർ ഫീച്ചറൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് മ്യൂട്ടേഷൻ സംഭവിച്ച പുതിയൊരു ജീവി ആകണമെന്ന് എന്താണ് ഇത്ര ഉറപ്പെന്താണ്? എനിക്ക് എൻ്റെ കോശത്തിലൊരു മ്യൂട്ടേഷൻ സംഭവിച്ച് എന്നിൽ ചില സവിശേഷതകൾ വരുന്നു, അത് അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എത്ര പേർക്ക് ഉണ്ടെങ്കിലല്ലേ ആണ് ഒരു സ്പീഷീസായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുക? എനിക്ക് കിട്ടിയത് എൻ്റെ ഭാര്യയ്ക്കില്ലെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് എങ്ങനെ പോകും? പോകണമെന്നുള്ള ഉറപ്പുണ്ടോ? ഇതൊക്കെ വളരെ ദുർബലവാദങ്ങളാണ്, അവിശ്വസനീയമാണ്, ശാസ്ത്രീയ യുക്തിക്ക് നിരക്കുന്നതുമല്ല. ഇനി ഇതിന് തെളിയിക്കാൻ വേണ്ടി, ഇങ്ങനെ പരിണാമം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ഡാർവിൻ ചെയ്ത എന്താണ്? ഡാർവിൻ ലോകം മുഴുവൻ കപ്പലിൽ നടന്ന് പല പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചു. തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഫോസിലുകളാണ്. അപ്പോൾ അദ്ദേഹം കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ ഫോസിൽ മറ്റൊരു ജീവിയുടെ ഫോസിലുമായിട്ട് വളരെ സാമ്യമുണ്ടെന്നാണ് അദ്ദേഹം കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം അനുമാനിച്ചു ഈ ഒരു ജീവി മറ്റേ ജീവിയിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ്. അങ്ങനെ അതൊരു കൺക്ലൂസീവ് പ്രൂഫാണോ? രണ്ട് ജീവികളുടെ ഫോസിലുകൾ തമ്മിൽ സാമ്യമുണ്ട്, വളരെ അടുത്ത സാമ്യമുണ്ടെന്നുള്ളത്, ഒരെണ്ണം മറ്റൊന്നിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്നുള്ളതിൻ്റെ ഒരു കൺക്ലൂസീവ് പ്രൂഫാണോ? അതായത് മറ്റ് എതിരായിട്ട് സ്ഥാപിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തെളിവാണോ അത്? അല്ല. ഇത് രണ്ട് തരത്തിലുള്ള ജീവികൾ ഇരുന്നിരുന്നെങ്കിലും അങ്ങനെ തന്നെ അല്ലേ സംഭവിക്കുക? ഇപ്പോൾ പരിണമിക്കണമെന്ന് തന്നെ ഇല്ലല്ലോ. രണ്ട് തരത്തിലുള്ള ജീവികളുണ്ടായിരുന്നു. അതിലൊരു അത് ഒന്നിൽ രണ്ടും, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ജീവിയെ മണ്ണടിഞ്ഞു പോയി, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ജീവിക്കാൻ പറ്റാതെ മണ്ണടിഞ്ഞു പോയോ? ഓക്കെ. അപ്പം പിന്നെ ഇത് പരിണമിച്ചിട്ടാണ് ഇതുണ്ടായെന്ന് എങ്ങനെ പറയാൻ പറ്റും? അവിടെയും അത് ഒരു അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിന് ഇപ്പോൾ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ജീവികൾ ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അതിൽ ചിലതൊക്കെ മണ്ണടിഞ്ഞു പോയി, ചിലതൊക്കെ ഇപ്പം ജീവിക്കുന്നു. അങ്ങനെ വിചാരിച്ചുകൂടിയേ നമുക്ക്? അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു സാധ്യത എന്താണ്? അതിനുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിജീവി ഉണ്ടായെന്ന് പറയുന്നില്ലേ? ആദിജീവിയിൽ ഈ ആദിജീവിക്ക് പറ്റിയ ആദിജീവിയുടെ കോശഘടനയിൽ, അതിൻ്റെ ജീനുകളിൽ, ഇനി അതിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ ജീവികളുടെയും, ഇനി ഉണ്ടാകാനിരിക്കുന്ന എല്ലാ ജീവികളുടെയും ബീജത്തിൻ്റെ ഒരു സൂക്ഷ്മാംശം അതിൻ്റെ ജീനുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ജീനുകളിൽ അതിൻ്റെ ജീനിൽ ഒരു അതല്ലെങ്കിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവണം, ഒരു പൊട്ടൻഷ്യലായിട്ട് അവിടെ നിലനിന്നിട്ടുണ്ടാവണം. ഈ ആദ്യ ജീവിക്ക് അതിൻ്റെ ജീവൻ കിട്ടിയ അവസരത്തിൽ അതിൽ നിക്ഷിപ്തമായ ഈ സവിശേഷതകളുടെ കൂട്ടത്തിൽ ഈ പുതിയ എണ്ണമറ്റ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, പൊട്ടൻഷ്യൽ കൂടി അതിനകത്ത് അടങ്ങിയിട്ടുണ്ടായിരുന്നിരിക്കണം. അങ്ങനെയാണ് പുതിയ പുതിയ ജീവികൾ അതിൽ നിന്നുണ്ടായത്. അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായ ജീവികളിൽ നിന്നും വേറെ പുതിയ ജീവികൾ ഉണ്ടാവുന്നു. അതിനൊരു പരിണാമം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം ആദ്യം തന്നെ ഈ ജീവിയിൽ വന്നതാണ്. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ സവിശേഷതയുമുള്ള ഓരോ ജീവാംശവും പ്രകടിപ്പിക്കപ്പെടുന്നു. അത് എന്താണ്? മൂർത്തീകരിക്കപ്പെടുന്നു, അതിൻ്റെ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ചിന്തിക്കരുത്. അതല്ലേ കുറച്ചുകൂടെ യുക്തിസഹമായിട്ടുള്ള രീതി. ഇനി ആദ്യ കോശത്തിൽ ഇത് എങ്ങനെ വന്നു, എവിടുന്ന് വന്നു നമ്മൾ ആലോചിക്കണ്ടേ. ഇനി ആദ്യ കോശത്തിൽ ഇല്ലാത്ത ഒന്നും പിന്നെ ഉണ്ടാവാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അതിൻ്റെ ഈ ആദ്യ കോശത്തിൽ നിന്ന് ആണല്ലോ എല്ലാ ജീവികളും ഉണ്ടായത്. അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ആദ്യ കോശത്തിൽ തന്നെ അടങ്ങിയിരുന്നിരിക്കണം. അല്ല പുതിയതായിട്ട് എങ്ങൊന്നും വീണു വരാൻ പറ്റത്തില്ല. ഉള്ള ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാകാൻ പറ്റും. എനിക്ക് ജീവൻ കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ജീവനുള്ളത് കൊണ്ടാണ്.
അവരിൽ നിന്ന് ഞാൻ ജനിച്ചതുകൊണ്ട്. അപ്പോൾ ഒരു ജീവനുള്ള വസ്തു ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ജീവനുള്ള വസ്തുവിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ആദ്യ ജീവിയുടെ കാര്യം വിട്. അതും ഉണ്ടായത് അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ഒരു നിക്ഷേപത്തിൽ നിന്നായിരിക്കണം. ഒരു ഒരു എന്താണ് അതിന് അവർ പറയുന്നത്, അതിൻ്റെ ഒരു കേന്ദ്രത്തിൽ നിന്നായിരിക്കണം. ജീവനുള്ള ഒരു ജീവൻ കൂടി വഹിക്കുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നായിരിക്കണം, ഒരു സ്വത്വത്തിൽ നിന്നായിരിക്കണം ഈ ആദി ജീവിക്ക് ജീവൻ കിട്ടിയത്. ഇപ്പോൾ നമ്മുടെ ചാൾസ് ഡാർവിൻ ആലങ്കാരികമായിട്ട് പറയുന്ന പോലെ, ഊതിക്കയറ്റി എന്ന് പറയുന്നത് പോലെ, ആ ജീവിൽ നിന്നായിരിക്കും ആ ജീവൻ കസ്റ്റഡിയിലുള്ളത്, ജീവൻ്റെ ഉടമസ്ഥനായ ആ ചൈതന്യത്തിൽ നിന്നായിരിക്കണം ഇവർക്ക് ഈ ആദി ജീവിക്ക് ജീവൻ കിട്ടിയത്. അങ്ങനെ ജീവൻ കൊടുക്കുന്ന സമയത്ത് ഈ എല്ലാ ജീവികൾക്കും വേണ്ട അതിൻ്റെ ജീൻ കോർപ്പസും അതിനോടൊപ്പം ആ ജീവിയിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ടാവണം. അതാണ് ഇങ്ങനെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ജീവി രൂപങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ട് ഇങ്ങനെ നമ്മളിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെയിൻ പോലെ നമ്മളിലും അത് സ്ഥിതി ചെയ്യുന്നു. നമ്മളും അനന്ത സാധ്യതകളുള്ള കോശഘടനയായിരിക്കണം നമ്മളിലും ഉണ്ടായിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും എല്ലാ ക്വാളിറ്റീസും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ 6-7 മക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ 6-7 മക്കൾ കിട്ടിയവർക്കൊക്കെ അവർ തന്നെ വ്യത്യസ്തരാണ്. അപ്പോൾ കോടിക്കണക്കിന് ആളുകൾ 700 കോടി ജനങ്ങളുണ്ടെങ്കിൽ 700 കോടി ജനങ്ങൾ 700 വ്യത്യസ്ത സ്വഭാവക്കാരും വ്യത്യസ്ത രീതിയിലുള്ള ബ്രെയിൻ ഘടന എല്ലാം ഉള്ളവരല്ലേ. അപ്പം അതൊക്കെ എവിടെ നിന്ന് വരുന്നു? അതൊക്കെ തീർച്ചയായിട്ടും ഒരേ ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്നതായിരിക്കണം. അപ്പോൾ അതിങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരേ കേന്ദ്രത്തിൽ അടങ്ങിയിട്ടുണ്ടാവണം അതൊക്കെ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് വരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ഒരേപോലുള്ള അച്ചിൽ വാർത്തതുപോലെ വന്നുകൊണ്ടിരിക്കണമല്ലോ. അപ്പം ആ ഏകകോശ ജീവിയിൽ ജീവൻ നിക്ഷിപ്തമാക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന എല്ലാ ജീവികൾക്കും വേണ്ട സത്ത അതിൽ നിക്ഷിപ്തമായിരിക്കണം. അതിൻ്റെ പൊട്ടൻഷ്യൽ അവിടെ ആ ജീവിയിൽ തന്നെ നിക്ഷിപ്തമാക്കിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമുക്കിത് കിട്ടുന്നത്. വ്യത്യസ്തമായ ജീവികളുണ്ടായി അത് സാഹചര്യത്തിന് പ്രതികൂലമായിട്ട് വരുമ്പോൾ മണ്ണടിഞ്ഞു പോകുന്നത്. അതാണ് കൂടുതൽ വിശ്വാസ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പരിണാമ സിദ്ധാന്തത്തെക്കാൾ യുക്തിസഹമായിട്ട് കാണുന്നത് ഇതിനെയാണ്. ഇത് നമ്മുടെ ഭഗവത്ഗീതയിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എല്ലാ ബീജങ്ങളുടെയും കേന്ദ്രം ഞാനാണ്. എല്ലാ ബീജങ്ങളും അവ്യയമായ ബീജം എന്നിലാണുള്ളത്. ഞാനാണ് ഭൂതങ്ങളെ ഭാവിക്കുന്നത്. ഭാവിക്കുക എന്ന് പറഞ്ഞാൽ ഡിസൈൻ. ഞാൻ ഭാവിക്കുന്ന പോലെ, ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന പോലെയാണ് ഭൂതങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ഭൂതങ്ങളുടെയും ഡിസൈനിൻ്റെ ഉടമസ്ഥൻ ഒരാളുണ്ട്. ആ ആളാണ് ഈ ആദികോശത്തിന് ആദി ജീവിക്ക് ജീവൻ കൊടുത്തത്. ഡാർവിൻ പറയുന്ന പോലെ ജീവൻ കൊടുത്തത് ആ ചൈതന്യമാണ്. അപ്പോൾ ആ ചൈതന്യത്തിൽ നിന്ന് വന്നതാണ് ഇതെല്ലാം എന്ന് നമുക്ക് ധരിക്കാം. ശാസ്ത്രയുക്തിയാ ധരിക്കാം, അനുമാനിക്കാം. പരിണാമ സിദ്ധാന്തത്തേക്കാൾ കൂടുതൽ സ്വീകാര്യത അതിനാണെന്ന് എനിക്ക് തോന്നുന്നു. നന്ദി, നമസ്കാരം.